ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓൾവേസ് ഹോമിന്റെ ഫൈനൽ എപ്പിസോഡാണ്. അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം നമ്മുടെ അവസാനത്തെ എപ്പിസോഡ് ഇവിടെ വന്നേക്കുവാണ്. എല്ലാവരും എന്തായാലും ഈ ഡ്രാമ മിസ് ചെയ്യും. സോ നമുക്ക് ബാക്കി കഥ എന്തോന്ന് ഇപ്പൊ നമുക്ക് കണ്ടറിയാം. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിങ്ഷിയും അവനിവിടെ വന്ന കാര്യമൊക്കെ ഇവരോടൊക്കെ ഓപ്പൺ ആയിട്ട് പറയും. അതിനുശേഷം അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സോങ്ങും ഡൂമാനും കൂടെ ഇവർ രണ്ട് എപ്പോഴാ കല്യാണം കഴിക്കാമെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് ഹുവാനാണെന്ന് കാണിച്ചിട്ട് കല്യാണോ, ഞാൻ എപ്പോഴും എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ഏതിന് അവർ തമ്മിൽ ചുമ്മാ ഇങ്ങനെ ചിരിച്ചോണ്ട് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി ഇവർ അവരുടെ കൂടെ താമസിക്കുമ്പോഴാണ് ഇവിടെ ഡൂമാനെ കണ്ടിട്ട് ഹുവാനും ഒരേശെ സോങ്ങിന്റെ അടുത്ത് തന്നെ താമസിക്കാനുള്ള കാരണം ഇവളെ മനഃപൂർവ്വം സെറ്റാക്കാനാണെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവിടെ സോങ്ങും ഞങ്ങൾ അറിയാതെ തന്നെ ഇവിടെ ഒരുമിച്ച് വാടകയ്ക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ജിങ്ഷിയോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ജിങ്ഷിയും എങ്കിൽ പിന്നെ ആദ്യം തൊട്ടേ ഡൂമാൻ ഇവന്റെ കൂടെ വരുന്നുണ്ട്, ഇവർ തമ്മിൽ ഇതുവരെ വല്ല റൊമാൻസ് ചെയ്തിട്ടുണ്ടോ ചോദിക്കും. അപ്പോഴാണ് സോങ് ആണെ കിസ്സൊക്കെ മറച്ചു വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവന് നൈസിന് ആ ടോപ്പിക് അങ്ങ് മാറ്റും. പിന്നെ ജിങ്ഷി, നീ ഇവിടുത്തെ കമ്പനി ഇപ്പൊ ജോലി ചെയ്യാൻ തീരുമാനിച്ചോ? അങ്ങനെയാണ് നിനക്ക് എന്റെ റൂമിൽ തന്നെ താമസിക്കാം, ഇവിടെ വാടക കുറച്ച് ചീപ്പാ എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് ജിങ്ഷിയും അതിനെക്കുറിച്ച് അവൻ ഇതുവരെ ആലോചിച്ചില്ലെന്ന് പറയും. അപ്പോഴാണ് സോങ്ങും ഒരു ഹുവാൻ കാരണമെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം ഇവിടെ അതേസമയം ഹുവാനും ജിങ്ഷി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവൾക്കൊരു കുഴപ്പമില്ലെന്നറിയും. കാരണം വെബ്സൈറ്റ് അവൻ അത്രമാത്രം വിലപ്പെട്ടയാ. അങ്ങനെ അതുകൊണ്ട് അതിനൊരു തടസ്സമായിട്ട് ഇവളാകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും 3 വർഷം ഇവർ തമ്മിൽ അകന്നിരിക്കുന്നുണ്ട് അവൾ കുറച്ചിങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നത്. അങ്ങനെ ജിങ്ഷിക്ക് ഇതിനോർത്ത് പേടിയില്ലെങ്കിലും ഹുവാനാണ് ഒരേശ് ഇവർ തമ്മിലുള്ള അകൽച്ച കാരണം ഇവരുടെ ബന്ധം പതിയെ ഇല്ലാതായി പോകുമെന്ന് ഹുവാൻ പേടിക്കുന്നതായിട്ട് ജിങ്ഷി ഇപ്പൊ സോങ്ങിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. കൂടാതെ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നതൊക്കെ ഹുവാന്റെ കൂടെ സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലെന്ന് പറഞ്ഞ് അവൻ ആ കാര്യമൊക്കെ എടുത്ത് പറയുമ്പം സോങ് എങ്കിൽ പിന്നെ പൈസയ്ക്ക് വേണ്ടി അല്ലാതെ സത്യത്തിൽ നിനക്ക് സന്തോഷം ഏതാ തരുന്നത് അത് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ സോങ് ഡൂമാനും കൂടെ അവർ രണ്ടുപേരുടെ മനസ്സ് മാറ്റി അവർ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കും. ഇതേസമയം ഡൂമാനും ഇവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ട് അവൾ ആ ഒരു മൂടി തന്നെ അവളുടെ അമ്മയ്ക്ക് ഇവളുടെ എല്ലാ സേവിങ്സും അയച്ചു കൊടുക്കും. അതിനുശേഷം അടുത്ത ദിവസം ജിങ്ഷിയെ നമുക്ക് കുറച്ച് ദിവസം കറങ്ങിയിട്ടൊക്കെ പോകാന്ന് പറഞ്ഞിരിക്കുമ്പം അവളാണ് അവനോട് പറയും ഇവൻ ഇവിടെ തന്നെ ജോലി ചെയ്തോളാൻ, ഒരുപക്ഷെ ഇവൻ ഈ ഓപ്പർച്യൂണിറ്റി വിട്ട പിന്നെ ഫ്യൂച്ചർ ചിലപ്പോൾ വിഷമിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് ജിങ്ഷിയാണ് പക്ഷെ ഹുവാൻ ഞാനിപ്പോൾ എടുത്ത തീരുമാനം തെറ്റാണെങ്കിലോ? ഏതിന് അവന് ചോദിക്കുമ്പം ഒരുപക്ഷെ തെറ്റാണെങ്കിലും അത് ട്രൈ ചെയ്താലല്ലേ നമുക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ എന്ത് പ്രശ്നം വന്നാലും ഒന്നിച്ചിരിക്കുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് ജിങ്ഷി ഇവിടെ 3 വർഷം ജോലി ചെയ്യാൻ വേണ്ടി അവളിപ്പോൾ സമ്മതിച്ച്. അതിനെ ശിവരും തിരിച്ച് ഇവരുടെ വാടക വീട്ടിൽ വന്നതിന് ശേഷം ജിങ്ഷി പോകാൻ വേണ്ടി അവൾ ലഗേജൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പം ഹുവാൻ ഇങ്ങനെ കാണിക്കുന്നതിട്ട് അവനാണ് അവസാനമായിട്ട് ഇവന്റെ അച്ഛൻ പോയതായിരിക്കും ഓർമ്മ വരുന്നത്. കാരണം ഇതേപോലെ ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം അവന്റെ അച്ഛനെ നഷ്ടപ്പെട്ട. അങ്ങനെ അതൊക്കെ ഓർത്ത് അവനെ വിഷമിച്ച് അവളെ ഒന്ന് ഹഗ് ചെയ്യുമ്പം ഇവളും ജോലിക്കല്ലേ പോന്ന, ഞാൻ ഇടയ്ക്കൊക്കെ നിന്നെ കാണാൻ പറയും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ജിങ്ഷി സോങ് താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുമ്പം അവൻ എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം, അതുകൊണ്ട് നീ റൂമൊക്കെ റെഡിയാക്കിയോന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ ജിങ്ഷി റൂമൊക്കെ റെഡിയാക്കിയിട്ട് അവൻ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവന്മാരുടെ ബോസാണ് ഇപ്പോൾ ഇവന്റെ വെബ്സൈറ്റ് പുതിയതായിട്ട് പുതിയ പുസ്തകങ്ങളൊക്കെ വിൽക്കാൻ പോവാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവർക്ക് കുറെ പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ ഇതേക്കുന്ന ജിങ്ഷിയാണ് ഇതല്ലല്ലോ അവന്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം ജിങ്ഷിയുടെ ഉദ്ദേശം എല്ലാവരും പൈസ കുറച്ച് വാങ്ങിക്കാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് ആയിട്ട് പഴയ ബുക്ക് മാത്രമേ വിൽക്കത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആ ബോസിനോട് സംസാരിക്കുമ്പം അങ്ങേരാണ് അത് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് പൈസ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഇവനോട് പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഇതിന്റെ വളർച്ച കൂടാൻ വേണ്ടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവന് കുറച്ച് സമയം ചോദിക്കുമ്പം അവന്റെ ബോസ് എങ്കിൽ പിന്നെ ഒരു 15 ദിവസം സമയം തരാം, അതിനുള്ളിൽ ഇവന്റെ പ്ലാൻ എല്ലാം തീരുമാനിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പറയാൻ വേണ്ടി പറയും. ഒരുപക്ഷെ അങ്ങേർക്ക് ഇഷ്ടപ്പെടുവാണ് അത് സമ്മതിക്കും, അല്ലെങ്കിൽ ഇവനെ ഈ കമ്പനിയിൽ നിന്ന് പോയിക്കോളാൻ വേണ്ടി പറയും. അങ്ങനെ ഈ ഒരു റിസ്ക് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതേസമയം ഇവിടെ ഹുവാനാണ് മറ്റേ പ്രൊഫസറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ പ്രൊഫസറും ഒരു സീനിയറിനെ കാണിച്ചു തന്നിട്ട് ഇനി ഇവൾക്കുള്ള ജോലിയൊക്കെ അവൻ പറഞ്ഞു തരും പറയും. അങ്ങനെ അതിനുശേഷം ഇവളും അവിടെ നേരെ ലൈബ്രറിയിലേക്ക് ചെല്ലുമ്പം അവിടേക്ക് മറ്റേ സീനിയർ ടിങ്ഷിയാണ് ഇവളിന്ന് ലാബിൽ പോയിരുന്നെന്ന് ചോദിക്കും. അങ്ങനെ അവൻ ഇന്നൊരു സ്ഥലം വരെ പോയതുകൊണ്ട് വരാത്തെന്ന് പറയുമ്പം ഇതേട്ട് ഹുവാനാണ് അപ്പൊ ഇവനും ആ ലാബിലാണോ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഞാനും അവിടെ വർക്ക് ചെയ്യുന്ന, അതുകൊണ്ട് നമ്മൾ തമ്മിൽ നടന്നതൊക്കെ നീ വലിയ കാര്യമായിട്ട് എടുക്കല്ലെന്ന് പറഞ്ഞ് ഇവനും പ്രൊപ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കും. അപ്പോഴാണ് അവളും നമ്മൾ തമ്മിൽ അതിനൊരു ബന്ധം ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും കുഴപ്പമില്ല എന്നിട്ട് അവളും പറഞ്ഞിട്ട് ഇവൻ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങ് പോകും. ഇതേ സമയം ഇവിടെ ജിങ്ഷി മറ്റേ ബോസിനോട് സംസാരിച്ചേ കേട്ട് ഇവിടെ ഷൗയും മറ്റേ സീനിയറും കൂടെ ഇവന്റെ പ്ലാൻ എന്തോന്ന് ചോദിക്കുമ്പോൾ അവനാദ്യം നമ്മുടെ കസ്റ്റമേഴ്സിനോടൊക്കെ ഈ വെബ്സൈറ്റിനെ കുറിച്ച് തിരക്കി നോക്കണം എന്ന് പറയും. അങ്ങനെ അവർക്ക് എന്തുകൊണ്ട് ഈ വെബ്സൈറ്റ് ഇഷ്ടപ്പെട്ടെന്ന് അത് മനസ്സിലാക്കിയാൽ ഇവൻ ഇതുവഴി എന്തെങ്കിലും ഐഡിയ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവന്റെ തീരുമാനത്തിന് അവർ രണ്ടുപേരും കൂടെ സപ്പോർട്ടാണ്.
അതിനുശേഷം ജിങ്ഷിയും ഹുവാനും കൂടെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അവനാണ് ഇപ്പൊ കമ്പനി നടന്ന പ്രശ്നങ്ങളൊക്കെ അവളോട് ഷെയർ ചെയ്യും. അങ്ങനെ അതിനുശേഷം അവളും ഇവളുടെ ലാബിൽ മറ്റേ സീനിയർ ടിങ്ഷി ഉണ്ടെന്ന് പറയുമ്പോൾ ഇവൻ ഇത് കേട്ട് ഒരു സെക്കൻഡ് അസൂയ വരും. പക്ഷെ അവനും അതൊന്നും കുഴപ്പമില്ല, എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനും കൂളായിട്ട് എടുക്കുമ്പോൾ അവൾ സന്തോഷത്തി എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ചിരി സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹുവാന്റെ മറ്റേ സീനിയറാണ് ഇവളായിട്ട് കുറെ പണി ചെയ്യിപ്പിക്കും. അങ്ങനെ ഇവൾക്ക് തരമുള്ള പണിയല്ലാതെ അവന്റെ അസൈൻമെന്റ് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ ഇത് കേട്ട് അവളാണ് ദേഷ്യത്തി ഈ അസൈൻമെന്റ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് ചോദ്യം ചെയ്യും. അപ്പോഴാണ് ആ സീനിയറാണ് ഓ അതെന്തൊരു ചോദ്യം, ഇവിടെ ഞാൻ പറയുന്ന മാത്രം നീ ചെയ്താൽ മതി, വലിയ ജാടെന്ന് കാണിക്കാൻ വരണ്ട. പ്രൊഫസർ എന്നോട് പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്ന ജോലി നിനക്ക് തരാൻ വേണ്ടിയാ, അതുകൊണ്ട് എന്റെ പണി നീ ചെയ്യണം. ഏതിന് അവന് ഫോഴ്സ് ചെയ്യുമ്പോൾ ഇവളും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം ടിങ്ഷി ആയിരിക്കും അവളെ സപ്പോർട്ട് ചെയ്ത് വേണം ഇവൻ അസൈൻമെന്റ് ഒക്കെ എഴുതാൻ സഹായിക്കാന്ന് പറയും. അതേസമയം ആ സീനിയറാണ് ഇവൻ പറഞ്ഞിട്ട് ദേഷ്യത്തി ഓ അവളെ സപ്പോർട്ട് ചെയ്യാൻ നീ ആരാടാ, അവള് പറഞ്ഞ എന്റെ പണി ചെയ്യണം, അതിനല്ലേ അവളുടെ സീനിയർ ഞാൻ ഇവിടെ ഉള്ള, ഇനിയിപ്പോ നിന്നെ ഈ ലാബിൽ ഞാൻ പുറത്താക്കും. ഏതിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജിങ്ഷി ഹുവാനും തമ്മിലുള്ള ബന്ധം പതിയെ പതിയെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. കാരണം ഹുവാൻ അവന് മെസ്സേജ് അയച്ചാലും അവൻ കമ്പനി കുറച്ച് ബിസി ആയതുകൊണ്ട് ഇവളുടെ നോക്കാനൊന്നും സമയം കിട്ടി കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവനും കിട്ടുന്ന സമയത്തൊക്കെ ഇവളുടെ ഫോണിൽ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോൾ ആദ്യമൊക്കെ അവളത് വലിയ കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും പിന്നെ ഓരോ ദിവസവും ബിസി ആയതുകൊണ്ട് ഇവന് ഹുവാന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അതിനുശേഷം ഇവിടെ ഡൂമാനാണ് അവളുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്ത പൈസ എല്ലാം നഷ്ടത്തിലായെന്നറിയും. അങ്ങനെ അതുകൊണ്ട് ഇവളും ഇപ്പൊ സോങ്ങിനെ കണ്ടിട്ട് ഞാൻ വെറുതെ ഇമോഷണലായി എന്റെ അമ്മയ്ക്ക് പൈസ കൊടുത്തല്ലേ വേസ്റ്റ് ആയി പോയെന്ന് പറഞ്ഞ് ഇവനോട് പറയുമ്പോൾ ഇവനാ നിന്റെ തെറ്റല്ല അത് അവരുടെ തെറ്റാന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവൻ അവളെ സമാനപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ ടോയ് മെഷീനിൽ ചെന്ന് ഇവളെ വിളിച്ച് കളിപ്പിക്കും. ഇതേ സമയം അന്ന് രാത്രി ഇവിടെ ഹുവാന് വയറുവേദന സഹിക്കാൻ പറ്റാതെ അവൾ കിടന്നുറങ്ങാൻ പോവാന്ന് പറഞ്ഞ് ഇപ്പൊ ജിങ്ഷിക്ക് മെസ്സേജ് അയക്കും. അപ്പനാണ് അവനൊരു ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് ഇവളുടെ മെസ്സേജ് നോക്കുമ്പോൾ അവനൊരു കോളിലായതുകൊണ്ട് ഇവളുടെ മെസ്സേജ് കാണാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അവൻ റിപ്ലൈ ചെയ്തിട്ട് വീണ്ടും പണി നോക്കാൻ വേണ്ടി തുടങ്ങും. കാരണം ബോസ് ഇവന് തന്ന സമയം തീരാൻ വേണ്ടി പോവുക. അങ്ങനെ അതുകൊണ്ട് ആ വർക്ക് പ്രഷറിലാണ് അവനിപ്പോൾ ഉള്ളത്. അതിനുശേഷം അടുത്ത ദിവസം ജിങ്ഷി അവന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഹുവാനെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അവൻ ആദ്യം തന്നെ ഇന്നലെ അവളുടെ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ചെയ്തതിന് സോറി പറയും. അപ്പോഴാണ് അവളും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ വർക്കൊക്കെ ഇപ്പൊ എങ്ങനെയൊന്നും ചോദിക്കുമ്പോൾ അവന് വർക്കൊന്നും കുഴപ്പമില്ല, ഇപ്പൊ ഇവളുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളുടെ വയറുവേദനയൊക്കെ മറച്ചു വെച്ചിട്ട് ഇവൾ ചുമ്മാ അവന്റെ വോയിസ് കേൾക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞിട്ട് അവനോട് ചുമ്മാ വയറുവേദനെ കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ അവൻ പെട്ടെന്ന് വർക്കാരിയായിട്ട് ഒരു കാര്യം വന്നോണ്ട് ഇവളെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഹുവാൻ ഇവിടെ വയ്യാതെ ക്ഷീണിച്ചു പോയി അവളെ ലാബിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന ടിങ്ഷിയാണ് ഇവൾക്ക് വയ്യെങ്കിൽ ഇവളുടെ പണിയൊക്കെ അവൻ ചെയ്തോളെന്ന് പറയും. പക്ഷെ അവളാണ് ഇത് ഞാൻ ചെയ്താലല്ലേ എനിക്ക് പ്രയോജനമുള്ളെന്ന് പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇവൾ നടന്ന് പോകാൻ നോക്കുമ്പോൾ ഇവൾക്കാണ് വയ്യാതെ മൊത്തത്തിൽ തല ഇറങ്ങും. അപ്പോഴാണ് അവിടേക്ക് വന്ന ടിങ്ഷിയാണ് ഇവളിങ്ങനെ ബോധമില്ലാതെ വീഴാൻ പോകുന്നിട്ട് അവൻ ഓടി ചെന്ന് ഇവളെ രക്ഷിക്കും. അതിനുശേഷം അവൻ അപ്പം തന്നെ ഇവൾ ആശുപത്രിയിലേക്ക് വിളിച്ചോണ്ടുപോകുമ്പോൾ ഇതേ സമയത്തായിരിക്കും ജിങ്ഷി ഇവൾക്ക് വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പോഴാണ് അവളിങ്ങനെ ആശുപത്രി ഇരിക്കുന്നിട്ട് ഇവൾക്ക് ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവളും ചെറിയൊരു വയറുവേദനയെന്ന് പറഞ്ഞിട്ട് ഇവനെ പേടിക്കേണ്ടെന്ന് പറയും. അപ്പോഴാണ് അവനും ഓ ഹുവാൻ നീ അങ്ങനെ എന്തുവാ കഴിച്ചേ, നിനക്ക് എന്നോട് മുമ്പേ പറഞ്ഞുകൂടായിരുന്നു, ശരിയെന്ന് നീ റെസ്റ്റ് എടുക്ക് എന്ന് ഇവനും പറയുമ്പോൾ തന്നെ അവിടേക്ക് ആ സീനിയർ ടിങ്ഷിയും വരും. അങ്ങനെ അവൻ ഇവൾ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഹുവാനാണ് ഇതുവരെ ഇവൻ പോയില്ലേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എന്തായാലും നീ വീണ്ടും ബോധം കെട്ടി വീഴാതിരിക്കാൻ വേണ്ടിയാ ഈ ഫുഡ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഈ സൗണ്ട് കേട്ട് ജിങ്ഷിയാണ് ഹുവാൻ നീ ബോധം കെട്ട് വീണോ എന്ന് ഇവനും ചോദിക്കുമ്പോൾ അവള് ടിങ്ഷി അവനെ സഹായിച്ച് ആശുപത്രിയിലാക്കിയെന്ന് അറിയും. കൂടാതെ ഇതിനെക്കുറിച്ചൊന്നും വിഷമിക്കാതെ അവന്റെ ആ കമ്പനിയിലെ വർക്ക് നോക്കാൻ പറയുമ്പോൾ ഇവൻ അപ്പം തന്നെ ഇവൾ ഏത് ആശുപത്രിയിലാന്ന് മനസ്സിലാക്കിയിട്ട് അവളെ കാണാൻ വേണ്ടി റെഡിയാകും. അപ്പോഴാണ് ഇത് കണ്ട് സോങ് ആണ് നാളെ എല്ലായിടും നീ മറ്റേ ബോസിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞ് ഇവന്റെ ഇമ്പോർട്ടന്റ് മീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇവൻ അതിനേക്കാൾ വലുത് എനിക്ക് ഹുവാനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ അവളെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ ഈ സമയത്ത് ഇവന് ട്രെയിൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാത്തോണ്ട് ഇവൻ കാറ് വാടകയ്ക്ക് എടുത്തായിരിക്കും പോകുന്നത്. അങ്ങനെ അതേസമയം ഇവളും ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇവിടെ കുറെ സമയത്ത് ആശുപത്രിയിൽ ടിങ്ഷി ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്ന. അതുകൊണ്ട് അവൾ ഇവിടെ ഷോക്കായിരിക്കുമ്പോൾ അവനും ഇവളിങ്ങനെ ആശുപത്രി ഒറ്റയ്ക്കാക്കുന്നത് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് അവൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവനും ചെന്ന് അവളെ ഹോസ്റ്റലിലാക്കിയിട്ട് ഇനി വല്ലതും പ്രശ്നമുണ്ട് ഇവന് വിളിച്ചോയെന്ന് പറയുമ്പോൾ അതേസമയം അവിടേക്ക് വന്ന ജിങ്ഷിയാണ് ഇത് കണ്ടിട്ട് അങ്ങ് ജലസാകും. അങ്ങനെ അതുകൊണ്ട് ഹുവാൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഇവൻ ആ സീനിയറിനോട് എന്റെ ഗേൾ ഫ്രണ്ട് നോക്കി താങ്ക്സ് എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇതുപോലെ സംഭവിക്കാണ് ഇവൻ തന്നെ ഹുവാനെ നോക്കിക്കോളാന്ന് പറയുമ്പോൾ ആ സീനിയറാണ് ഇത് കേട്ടിട്ട് ഓ നീ ഉദ്ദേശിച്ചപ്പം ഇനി അവൾ എന്റെ ഫ്രണ്ടിൽ ബോധം കെട്ടി വീഴുവാണ്, നീ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണ്. ജിങ്ഷി സത്യത്തിൽ നിനക്ക് അവൾ ഇഷ്ടമാണെങ്കിൽ അവൾ വയ്യായിരിക്കുന്നവരെ നിനക്ക് അറിയത്തില്ലായിരുന്നു, നിനക്ക് അവളെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ സഹായിക്കുന്നവരെ നീ തടയാൻ നോക്കല്ലേ ഏതിന് അവനെ അഡ്വൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹുവാന് വയ്യാതെ റൂമിൽ ഇരിക്കുമ്പോഴാണ് ഇവളെ മറ്റേ ശല്യം ചെയ്യുന്ന സീനിയറാണ് നാളെ ലാബുകാരായിട്ട് പുറത്തേക്ക് എക്സ്പെരിമെന്റിന് പോകണമെന്ന് പറയും. അപ്പോഴാണ് ഇവൾക്ക് ഇപ്പൊ വയ്യാത്തോണ്ട് പിന്നെ പോയാൽ മതിയെന്ന് ചോദിക്കുമ്പോൾ അവന് ഞാൻ പറഞ്ഞ മര്യാദ കേട്ടോണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് നാളെ തന്നെ വരാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഹുവാൻ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോഴാണ് അതേസമയം ജിങ്ഷി പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഉടനെ അവൾ സന്തോഷത്തിൽ അവനെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലും. അപ്പോഴാണ് അവനും ഇപ്പൊ ഇവൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് തിരക്കുമ്പോൾ അവൾ എനിക്ക് കുഴപ്പമില്ല നിന്റെ വർക്കെല്ലാം അതിനുമ്പ് കഴിഞ്ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവനും വർക്കൊക്കെ പിന്നെ കിടക്കട്ട്, നിനക്ക്
നിനക്ക് വയ്യായിരിക്കുന്ന കാര്യം അവസാനമാണ് ഞാൻ അറിയേണ്ടി വരുന്നത്. ഹുവാൻ, നിനക്ക് ഇനി ഇതുപോലെ സംഭവിക്കുകയാണ് ആ ടിങ്ഷിക്കാരി മുമ്പേ തന്നെ ഞാൻ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളാണ്, ജിങ്ഷി, ഞാനല്ല അവന് എന്നെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടാക്കാൻ പറഞ്ഞ്. അവൻ എനിക്ക് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്തോണ്ടിരുന്ന. ഇനിയിപ്പോ നീ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം നിനക്ക് എന്നോട് വിശ്വാസമില്ല. എന്നിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഹുവാൻ, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. കൂടാതെ അവനെ കണ്ട് അസൂയപ്പെട്ടിട്ടൊന്നല്ല ഞാനിപ്പോ നിന്നെ കാണാൻ വന്ന്. എന്നിന് ഇവനും പറയുമ്പം അവളെങ്കിൽ പിന്നെ ഇത്രയും ദിവസം ബിസി ആയിട്ട് ഇവൻ എന്തോ ദിവസം ഒരു ഫോൺ കോൾ പോലും വിളിക്കാത്തും ചെയ്യിക്കും. അങ്ങനെ എല്ലാവരും പോലെയും ചുമ്മാ സ്റ്റാറ്റസ് ഉണ്ട് മാത്രം ഇവൻ ചെയ്യുന്ന കാര്യം അറിയാൻ അവൾക്ക് നല്ല വിഷമായി പറയുമ്പം അവർ തമ്മിൽ ഇത് കാരണം നല്ല തർക്കമാകും. അങ്ങനെ രണ്ടുപേർക്ക് വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതേസമയം ജിങ്ഷിക്ക് ഫോൺ കോൾ വരും. ഇവന്റെ വെബ്സൈറ്റ് കുറെ വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഇവിടെ അടുത്തങ്ങാണ്ട് താമസിക്കുവാന്ന്. അങ്ങനെ അതിനുശേഷം അവനും ഹുവാനോട് സംസാരിക്കാൻ നോക്കുമ്പം ഇവൾ ആദ്യം നിന്റെ വർക്ക് കാര്യം നോക്കുന്ന അറിഞ്ഞിട്ട് ഇവൾക്ക് നാളെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ജിങ്ഷി അവന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ഒരാളെ ചെന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവനായിരിക്കും കുറെ പ്രാവശ്യം ഇവന്റെ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇവനോട് ഈ വെബ്സൈറ്റിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവനിപ്പോ ജിങ്ഷിയെ കണ്ട് സന്തോഷെത്തി സത്യത്തിൽ ഇവന്റെ വെബ്സൈറ്റ് കാരണം ഇവന് കുറെ ഫ്രണ്ട്സ് കിട്ടിയെന്ന് പറയും. അങ്ങനെ എല്ലാരെ പോലെയും ഇവൻ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവന്റെ വെബ്സൈറ്റ് കണ്ടപ്പോ ഇങ്ങനെ പഴയ ബുക്കൊക്കെയും വാങ്ങിക്കുന്നുണ്ട്. അതുവഴിയാ ഇവന്റെ അതേ ടേസ്റ്റുള്ള കുറെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ ജിങ്ഷിയോട് ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ജിങ്ഷി അവനോട് സംസാരിച്ചിട്ട് ഇപ്പൊ ഹുവാനെ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ അവളുടെ ഫോണാണ് റീച്ച് ആകത്തില്ല. അതുകൊണ്ട് മറ്റേ ടിങ്ഷിയോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ നമ്പർ വാങ്ങിച്ച് വിളിച്ചു നോക്കുമ്പോൾ അവനിപ്പോ ഹുവാൻ ഇവരുടെ ഒരു സീനിയർ ആയിട്ട് ടോങ്ലിംഗ് വില്ലേജ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോയേക്കാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഇവിടെ ജിങ്ഷിയാണ് അവിടെ ഇപ്പൊ ഭയങ്കര മഴയും ചുഴലി കാറ്റൊക്കെ അല്ലേന്ന് പറഞ്ഞിട്ട് ഇവൻ അപ്പൊ തന്നെ ആ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കും. ഇതേ സമയം അവളുടെ മറ്റേ സീനിയറും ഇവൾ അവിടെ നിന്ന് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് സ്ഥലം വിടാൻ വേണ്ടി നോക്കും. അങ്ങനെ അതുകൊണ്ട് ഹുവാനാണ് അപ്പൊ നിങ്ങളൊക്കെ എവിടെ പോകുന്ന പറഞ്ഞ് ഇവൾ ചോദിക്കുമ്പോൾ അവൻ ഈ ഫോറസ്റ്റിൽ നിന്ന് ലാബ് എക്സ്പെരിമെന്റ് ചെയ്തോ ഞാൻ പോയി കുറച്ച് നാട്ടുകാർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് ഹുവാൻ മാത്രമായിരിക്കും ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത്. ഇതേ സമയം ജിങ്ഷിയുടെ ഫ്രണ്ട്സും ഇവന്റെ മീറ്റിംഗിന് സമയമെന്ന് പറയുമ്പോൾ അവൻ എനിക്ക് മീറ്റിംഗിന് വരാൻ പറ്റത്തില്ല, ഹുവാൻ ഇപ്പൊ ഡേഞ്ചറിലാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ നേരിട്ട് അവളെ കാണാൻ വേണ്ടി പോകാൻ പറയും. അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ എങ്കിൽ പിന്നെ ആ മീറ്റിംഗ് ആരാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ മീറ്റിംഗ് എടുത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവന് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം അവൻ ഷെയർ ചെയ്തേക്കാന്ന് പറയും. അതേസമയം ഇവിടെ കുറച്ച് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് ഹുവാന് മഴയായതുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ആ ഗ്രാമത്തിലെ ആളും മറ്റേ സീനിയറിനോട് പറഞ്ഞുകൊണ്ടിരിക്കും ഈ സമയത്ത് ഈ ഫോറസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്യുന്നതൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ ഇതേപോലെ തീപിടുത്തേക്ക് വന്ന് അതൊരു ഫയർ ഓഫീസർ മരിച്ചുപോയതാന്ന് പറയും. അതുകൊണ്ട് ഈ സമയത്ത് അകത്തേക്കൊന്ന് പോകണ്ടെന്ന് പറയുമ്പോൾ ഇവന് ഹുവാനെ മറന്നിട്ട് അവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ജിങ്ഷിയും ഇവനോട് ഹുവാൻ എന്തും ചോദിക്കുമ്പോൾ അവന് ഫോറസ്റ്റിലെങ്ങാണ്ട് ആൾ എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറയും. അതോടെ ഇവനാണ് ദേഷ്യത്തി എന്നിട്ട് നീ ഇവിടെ സമയത്ത് AC കാറ്റ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവന് പേടിയോടെ ഹുവാൻ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇവൻ ആ ഫോറസ്റ്റ് ചെന്ന ഉടനെ ഇവന്റെ അച്ഛനെ ഓർമ്മ വരും. കാരണം ആ ഗ്രാമത്തിലെ ആള് പറഞ്ഞ ഫോറസ്റ്റ് ഓഫീസർ വേറെ ആരുമില്ല ഇവന്റെ അച്ഛനാണ്. അങ്ങനെ ഇവിടെ നടന്ന തീ അപകടത്തിലായിരിക്കും ഇവന്റെ അച്ഛൻ മരിച്ചുപോയത്. അങ്ങനെ അതൊക്കെ ഇപ്പൊ ജിങ്ഷിക്ക് ഓർമ്മ വന്നിട്ട് അവൻ ഇവിടെ മൊത്തം തകർന്നു ഇരിക്കുക. അപ്പോഴാണ് അവിടെ പെടുന്ന ഹുവാൻ ഓടിയെത്തിയിട്ട് നീ ഇവിടെ എന്തോ ചെയ്യാ ജിങ്ഷി എന്ന് പറഞ്ഞ് അവനെ വിളിക്കും. അങ്ങനെ അതിനുശേഷം അവനെ വിളിച്ചുകൊണ്ടുപോയി ഇവളുടെ ടെന്റിലേക്ക് ഇരിക്കുമ്പോൾ അവൻ ഈ ഫോറസ്റ്റ് ആരെ ഇതൊക്കെ പണി ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവളും എക്സ്പെരിമെന്റിന് വേണ്ടി ഇതിവിടെ ഉള്ളയാന്ന് അറിയും. കൂടാതെ ഈ സമയത്ത് എന്തിനാ ഇവൻ ഈ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അവന് നിന്നെ വിളിച്ചിട്ട് ഫോൺ കിട്ടാത്തോണ്ട് പിന്നെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നയാന്ന് അറിയും. അതിനുശേഷം ഇവളിപ്പോ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവൾ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇവൻ എന്തോ കണ്ട പോലെ പേടിച്ചെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പിനാണ് ജിങ്ഷിയും ഇവൻ ആ കമ്പനിയിലേക്ക് പോയതിനു ശേഷം ഇവന്റെ വെബ്സൈറ്റ് നല്ലോണം ഫേമസ് ആയാലും പക്ഷെ ഇവൻ അധികം വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇവിടെ ഉള്ളപ്പോ എപ്പോഴും ഒരു ബസ് പിടിച്ചെങ്കിലും ഇവൾ അപ്പൊ തന്നെ വന്ന് കാണായിരുന്നു. പക്ഷെ അവിടേക്ക് പോയതിനു ശേഷം അവന്റെ സന്തോഷം മൊത്തത്തിൽ ഇല്ലാതായെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവൾക്ക് ഇതേപോലെ ഫീൽ ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ ഇത് നമ്മുടെ സ്ഥലമല്ലെങ്കിലും ഈ വുഹാൻ എനിക്കൊരു വീട് പോലെ തോന്നിയെന്ന് പറഞ്ഞിട്ട് ഇവനില്ലാത്തോണ്ട് ഇവൾക്ക് ഇത് വീടായിട്ട് പോലും ഇപ്പൊ തോന്നുന്നില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനും എങ്കിൽ പിന്നെ ഇവനെ ആ കമ്പനിയിലേക്ക് പറഞ്ഞയച്ചത് ഇവൾക്ക് സങ്കടം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇവളെ നിന്നെ പറഞ്ഞയച്ച് എനിക്കൊരു സങ്കടം ഇല്ല കാരണം നിന്നെ കണ്ടത് തന്നെ എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം പറഞ്ഞിട്ട് ഇവനോർത്ത് ഇപ്പൊ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാൻ പറയും. അങ്ങനെ അതിനുശേഷം ജിങ്ഷി അവൾ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഇതേസം ഇവിടെ ഇവനില്ലാതെ തന്നെ അവരുടെ ആ മീറ്റിംഗ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ജിങ്ഷിയുടെ ബിസിനസ് വളർച്ചയ്ക്കുള്ള പ്ലാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം തന്നെ ആ വെബ്സൈറ്റ് വെറും പൈസ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് അല്ല അത് കുറെ പേർ ഇമോഷനാന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ജിങ്ഷി ശേഖരിച്ച് വെച്ച കാര്യങ്ങളെല്ലാം ഇപ്പൊ ആ മീറ്റിംഗ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ജിങ്ഷി അവിടേക്ക് എത്തുമ്പോഴാണ് ഇവരെ കണ്ടിട്ട് മീറ്റിംഗ് എങ്ങനെ പോയെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നിട്ട് അവൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ മറ്റേ സീനിയറും അവള് മുകളിലത്തെ ബിൽഡിംഗിലേക്ക്
ഷിഫ്റ്റ് ആയെന്ന് പറയും. അതേസമയം ഷൗയെ ഇവള് ഷിഫ്റ്റ് ആയവള്, പക്ഷെ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോളിയാന്ന് പറഞ്ഞിട്ട് അവൻ ആ കാര്യം പറയും. കാരണം ഇവന്മാരുടെ പ്ലാനാണ്, അവർ സമ്മതിച്ചില്ല. അങ്ങനെ അതുകൊണ്ട് അവന്മാര് വിഷമിച്ചിരിക്കുമ്പം ഇവരുടെ മറ്റേ സീനിയറും മറ്റേ കമ്പനിയിലെ ബോസ് ഇവന്മാരെ വേറെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞാലും അവരെടുത്ത തീരുമാനത്തിൽ നിന്ന് അവരൊരിക്കലും മാറത്തില്ലെന്ന് പറയും. അങ്ങനെ ഇവർക്കൊക്കെ പൈസ മാത്രമേ ഉള്ളൂ വലുതെന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോ ഇവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഷൗയാണ് ദേഷ്യത്തി എങ്കിൽ പിന്നെ ഞങ്ങൾ വെറുതെ ആണോ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവൻ നല്ലോണം ചൂടാകും. അതിനുശേഷം ജിങ്ഷിയും എന്തായാലും ഇതുവരെ ഇവൾ സഹായിച്ചോണ്ട് ഇവൾക്കും താങ്ക്സ് പറഞ്ഞിട്ട് ഷൗയ അപ്പൊ സത്യത്തി ഇവിടെ നിന്ന് പോകുകയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന്റെ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കും. സത്യത്തി ആ മീറ്റിംഗ് ഇവരാരും സമ്മതിക്കാത്തോണ്ട് നിങ്ങൾക്കൊക്കെ പൈസ മാത്രം മതി അവിടെ തേങ്ങാത്തലയാന്ന് പറഞ്ഞ് അവൻ അവരെക്കിട്ട് അടിക്കാൻ വേണ്ടി പോയി കാണും. അങ്ങനെ അതുകൊണ്ടാണ് ഇവനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനുശേഷം ഈ കാര്യം കേട്ട് ജിങ്ഷി എങ്കിൽ പിന്നെ ഞാനും വരുമെന്ന് പറഞ്ഞിട്ട് അവൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ മറ്റേ സീനിയർ കൊച്ചാണ് ബോസ് ഇവനെ പോകാൻ പറഞ്ഞില്ലെന്ന് പറയും. പക്ഷെ അവൻ എന്തായാലും എനിക്ക് ഈ കമ്പനിയിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവ രണ്ടിരി കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അതേസമയം ഇവിടെ ഹുവാന് കഷ്ടപ്പെട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തൊക്കെ ഇപ്പൊ അവളുടെ മറ്റേ സീനിയർ അവൻ ചെയ്ത പോലെ പ്രൊജക്ടർ ഇട്ട് പ്രൊഫസറിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന പ്രൊഫസറും നീ ഇപ്പൊ സ്ക്രീനകത്ത് കാണിച്ചേക്കുന്ന എക്സ്പെരിമെന്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണ് പേടിച്ചിട്ട് ഇത് വേറെ എക്സ്പെരിമെന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവന് ഹുവാനും നോക്കും. അപ്പോഴാണ് ഹുവാനും എക്സ്പെരിമെന്റിന്റെ ഫയൽ മാറിപ്പോയെന്ന് പറഞ്ഞ് ഇവനെടുത്ത് വെച്ചേക്കുന്ന വേറെയാന്ന് പറയുമ്പോൾ പ്രൊഫസറാണ് ദേഷ്യത്തി എങ്കിൽ പിന്നെ നിനക്ക് ഏത് എക്സ്പെരിമെന്റ് ചെയ്തെന്നല്ല അറിയത്തില്ല, സത്യം പറ ഇത് നീയാണോ ചെയ്തത് എന്നിട്ട് പ്രൊഫസർ വായിക്കുമ്പോൾ അവനാണ് പേടിച്ചിരിക്കും. അപ്പോഴാണ് ഹുവാനും ഈ എക്സ്പെരിമെന്റ് ചെയ്ത് ഇവളും ടിങ്ഷിയും കൂടെയാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് പ്രൊഫസറും നിന്നെ ചെയ്യാൻ പറഞ്ഞ എക്സ്പെരിമെന്റ് ഒക്കെ ഇവരെ ചെയ്യിപ്പിച്ചോന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇവൻ തൽക്കാലം മാറി ഇന്നോ ചെയ്ത ഹുവാനൊന്ന് സംസാരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൾ എന്തായാലും ആ സീനിയർക്ക് നല്ല പണി കിട്ടിയെന്ന് പറഞ്ഞ് ജിങ്ഷിയോട് സംസാരിച്ചോണ്ട് വരുമ്പോൾ അവന് ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവൾ സന്തോഷത്തി ഓടിച്ചെന്നാൽ ഹഗ് ചെയ്യുമ്പോഴാണ് അവൻ ഇനി തൊട്ട് നമ്മൾ ഒരിക്കലും അകന്നോത്തില്ലെന്ന് പറഞ്ഞ് അവൻ ആ കമ്പനിയിൽ നിന്ന് പുറത്തുനിന്ന് പറയും. കൂടാതെ അത് കാരണം ഇപ്പോ ഇവന് ജോലിയിലെന്ന് പറയുമ്പോൾ അവൾ അതൊന്നും കുഴപ്പമില്ല ഞാൻ ഇതിനെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇവൻ എവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് മുമ്പ് താമസിച്ച അതേ വീട് തന്നെ എടുത്തെന്ന് പറയുമ്പോൾ ഇവൾ അപ്പത്തനെങ്കിൽ പിന്നെ ലക്കേജ് ഒക്കെ എടുത്തതെന്ന് പറഞ്ഞിട്ട് അവൾ ഹോസ്റ്റലിലേക്ക് ചെല്ലും. അങ്ങനെ അതുകൊണ്ട് ജിങ്ഷിയുടെ സന്തോഷത്തില് അങ്ങനെ അതിനുശേഷം ഇവർ ആ പഴയ വീട്ടിലേക്ക് പോയതിനു ശേഷം രണ്ടുപേർ തമ്മിൽ ഇത്രയും ദിവസം കുറെ അകൽച്ചായതുകൊണ്ട് അവസാനമായിട്ട് ഇപ്പോഴേ ഒന്നിച്ചെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവരൊരു ചെറിയ മീറ്റപ്പ് ഒക്കെ വെക്കുമ്പോഴാണ് അവരെല്ലാരും കൂടെ ഇപ്പൊ ഒരുമിച്ച് കണ്ട് സന്തോഷം സംസാരിച്ചുകൊണ്ടിരിക്കും. കൂടാതെ ബോയ്സിന്റെ പുറകെ പോയിക്കൊണ്ടിരുന്ന ക്ലാസ് ലീഡറാണ് ഇപ്പൊ മൊത്തത്തിൽ സിംഗിളായി. പക്ഷെ ഇവിടെ സിംഗിൾ ആയിട്ട് നിന്ന് ടിയാൻ കൈ മോതിരം കിട്ടേക്കുന്നുണ്ട് ഇവരിൽ എൻഗേജ് ആയും ചോദിക്കും. അപ്പോഴാണ് അവനും യെസ് ഐ ആം എൻഗേജ്ഡ് എന്ന് ഇവരോടൊക്കെ പറയുമ്പോൾ ഇവരെല്ലാം ഷോക്കായിട്ട് ഇത് എൻഗേജ് ആണോ അല്ലെ കല്യാണമാണോ എന്ന് പറഞ്ഞിട്ട് സോങ്ങിനൊന്നും പിടികിട്ടത്തില്ല. അതിനുശേഷം ടിയാനും അച്ഛൻ പറഞ്ഞോണ്ട് മാത്രമേ നിങ്ങളോടൊക്കെ പറയായിരുന്നെന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ കല്യാണത്തിന് ഇനി ഇൻവൈറ്റ് ചെയ്യുന്ന പറയും. അങ്ങനെ അതിന് ഇവരൊക്കെ പെണ്ണാരം ചോദിക്കുമ്പോൾ അവന് സീക്രട്ട് ആയിട്ട് അവന്റെ പെണ്ണാരെന്ന് പറയത്തില്ല. അപ്പോഴാണ് ഇവർ സംസാരിക്കുന്ന ഇടയ്ക്ക് ശീശയാണ് വരെ ലേറ്റായി പോയെന്ന് പറഞ്ഞ് അവിടേക്ക് വരും. അങ്ങനെ അതുകൊണ്ട് ടിയാനാണ് ശീശി വന്നാൽ നീ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിക്കുമ്പോൾ സോങ് ഇപ്പൊ അത് വലിയ കാര്യമായിട്ട് നടക്കത്തില്ല. അങ്ങനെ ഇവരൊക്കെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ശീശിക്ക് ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ട് ആയെന്ന് അറിയാം. അപ്പോഴാണ് ഇതേക്കുന്ന സോങ് ആണ് അവൾക്ക് കൺഗ്രാജുലേഷൻ പറയുമ്പോൾ ഇവരെല്ലാം കുറച്ച് ഷോക്കായിട്ട് നോക്കും. പക്ഷെ അവരാണ് അതൊക്കെ പാസ്റ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചുമ്മാ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ശീശിയാണ് സത്യത്തി ഇവൾ ആ ലൈബ്രറി വെച്ച് ബുക്കി സോങ് എഴുതിയില്ല എങ്കിൽ പിന്നെ ഇവൻ ആർക്ക് വേണ്ടി എഴുതി കൊടുത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് സോങ്ങും അത് ജിങ്ഷിയാന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവൻ കുറച്ച് നാണിച്ചൊക്കെ ഇരിക്കുമ്പോൾ അതേസമയം ക്ലാസ് ലീഡറും അപ്പൊ നിന്റെ ബുക്കാന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് ആരുടെയാന്ന് ചോദിക്കുമ്പോൾ ജിങ്ഷി അത് സോങ്ങിന്റെ ആന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ശീശിയും നീ സോങ്ങിന് ഇഷ്ടമാന്ന് വിചാരിച്ചോണ്ടാ ഞാൻ നിന്നോടൊന്നും മിണ്ടാത്തേന്ന് പറഞ്ഞ് ശീശി അതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ക്ലാസ് ലീഡറാണ് എനിക്ക് സോങ്ങിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് അവള് ജിങ്ഷിയുടെ പുറലായിരുന്നു പറയും. അങ്ങനെ അവസാനം ഇവരൊക്കെ ഇപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. കൂടാതെ ഹുവാനും എനിക്ക് ബുക്ക് കിട്ടിയത് ഈ ടിയാന്റെ എൻട്രൻസ് എക്സാമിന്റെ ബുക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ചെയ്ത് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവർ ഓരോ പഴയ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എല്ലാരും കൂടെ അവർ ഇഷ്ടപ്പെട്ട ജീവിതം ജീവിച്ചില്ലെങ്കിലും അവർ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ അതിനുശേഷം അവസാനമായിട്ട് ജിങ്ഷിയും ഒരു 2 ദിവസം കഴിഞ്ഞ് എല്ലാരും കൂടെ എന്റെ വീട്ടിലേക്ക് വന്ന് പറഞ്ഞിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇവരെല്ലാം അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവനാണ് മുമ്പ് അവന്റെ ക്യാമറ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്ലേ ചെയ്ത് കാണിക്കും. അങ്ങനെ അവര് അവരുടെ ഫ്യൂച്ചറിനോട് സംസാരിക്കുന്ന പോലെയാണ് ആ വീഡിയോക്കകത്തുള്ളത്. അങ്ങനെ ടിയാനും അവന്റെ അച്ഛൻ പറഞ്ഞ പോലെ ഡോക്ടർ പഠിക്കാൻ പോയെന്നൊക്കെ ചോദിച്ചാണ്. അപ്പോഴാണ് ടിയാനും അവൻ ഇഷ്ടപ്പെട്ട ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിലും അവൻ ഈ ജോലി ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയും. അങ്ങനെ ഓരോരുത്തരും വന്ന് അവരുടെ പാസ്റ്റ് ആൾക്കാരോടൊന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം സോങ്ങും അവന്റെ പഴയ ആ ക്യാരക്ടറിനെ കണ്ടിട്ട് നിന്നെ ഞാൻ കുറെ മിസ് ചെയ്തെന്ന് പറഞ്ഞ് ഇനിയിപ്പോ ബാക്കി ജീവിതം നിനക്കൊരെ ഞാൻ ജീവിക്കാന്ന് അവന് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഹുവാനും അവളുടെ ഡ്രീം എന്തോന്ന് പറഞ്ഞേക്ക് ആലോചിച്ചിട്ട് ഇപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഫാർമസി പഠിച്ച് ജോലിയെ കിട്ടാൻ പോവാന്ന് അവളോട് തന്നെ പറയും. അങ്ങനെ എല്ലാവരും സംസാരിച്ച് അവസാനം ഒരു സന്തോഷത്തോടെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ഹുവാനും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജിങ്ഷിയാണ് പതിവ് പോലെ അവൻ ഇവരുടെ പഴയ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇവൾ എഴുന്നേക്കുന്നിട്ട് അവൻ അവളെ വിളിച്ചോണ്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ജിങ്ഷിയുടെ വീഡിയോ ആയിരിക്കും പ്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. അതായത് ആരും എന്റെ ക്യാമറ രക്ഷപ്പെട്ടാലും എല്ലാരും ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. സോ എത്ര പേർക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. കൂടാതെ ഈ ഡ്രാമ ഒത്തിരി മിസ് ചെയ്യുന്നു വിചാരിക്കുന്നതെല്ലാം ഇപ്പൊ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക.
ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇതേപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രാമയിൽ കാണാം. Look at me sometimes like all you want to do is run